എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളും കൂടി കണ്ടു കഴിഞ്ഞ് ഇത് കാണുകയാണെങ്കിൽ ഇനിയും കൂടുതൽ പ്രയോജനകരമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർബിൻ്റെ 3 ഫോംസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. V1, V2, V3. ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഈറ്റ് എന്നാണെങ്കിൽ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, ഗോ, വെൻറ്റ്, ഗോൺ എന്നൊക്കെ പറഞ്ഞു. ഈ വെർബ് വന്നിട്ട് മെയിൻ വെർബാണ്. ഇതാണ് മെയിൻ വെർബ്. ഈ വെർബിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ചെറിയ വെർബുകളുണ്ട്. അതാണ് ഈ ഡു, ഡസ്, ഡിഡ്, ഈസ്, ആർ, ആം, ഹാസ്, ഹാവ്, ഹാഡ് അങ്ങനെയൊക്കെ പറയുന്നത്. വിൽ, ഷൽ ഒക്കെ. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ മെയിൻ വെർബ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മെക്കാനിക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു മെക്കാനിക്കിൻ്റെ അടുത്തൊരു ഹെൽപ്പർ കാണും. ആ ഹെൽപ്പർ സ്പാനർ ഇതൊക്കെ എടുത്തു കൊടുക്കും. മെയിനായിട്ടുള്ള ആൾ വർക്ക് ചെയ്യും. അതേമാതിരി ഈ മെയിനായിട്ടുള്ള വെർബുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ചെറിയ ഹെൽപ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായിട്ട് സിമ്പിളായിട്ട് സംസാരിക്കുന്ന ചില സെൻറ്റൻസുകൾ. അത് ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രസൻറ്റ് ടെൻസാണ്. പ്രസൻറ്റ് ടെൻസിൽ ഇപ്പോഴും വർത്തമാനകാലത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഐ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ഓക്കെ, ഐ ലേൺ ഇംഗ്ലീഷ് അല്ലേ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊരു ചോദ്യമാണ്. ഈ ഐ ലേൺ ഇംഗ്ലീഷിൽ നിന്ന് നമ്മളെങ്ങനെ ആ ചോദ്യം ഉണ്ടാക്കാം? അതിനാണ് ഡു ഉപയോഗിക്കുന്നത്. ഞാൻ ഒരാൾ ഐ എന്ന് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലൂരലാണ്, സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡു ആണ് ഉപയോഗിക്കുക. അല്ല, ഒരു സിംഗുലർ അയാൾ, അവൾ, ഒരു പേര് ഒക്കെ നൗണൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കും. ഇവിടെ നമ്മുടെ ഫ്രണ്ട് വന്ന് ചോദിക്കുന്നു, ഡു യു ലേൺ ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ഐ ലേൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുക, ഡു യു ലേൺ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ശരി, നമ്മളത് ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എങ്ങനെ പറയാന്ന് വെച്ചാൽ ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ്. അല്ല, ചോദിച്ചത് ഡു യു ലേൺ ഇംഗ്ലീഷ്. ഞാൻ ആദ്യം പറഞ്ഞു ഐ ലേൺ ഇംഗ്ലീഷ്. ഇപ്പം പറയുന്നു ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ്. ആ ലേണിൻ്റെ മുമ്പിൽ ഡോണ്ട്, ഡു നോട്ട് എന്നാണത്. ഐ ഡു നോട്ട് ലേൺ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പറയത്തില്ല. നമ്മൾ എഴുതുമ്പം ഡു നോട്ട് എന്ന് എഴുതും. പക്ഷെ നമ്മൾ ഫ്ലുവൻസി വേണം. ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ് എന്നേ പറയത്തില്ല. അപ്പോൾ ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ് എന്നപ്പോൾ അതിൻ്റെ എന്താ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ 4 സെൻറ്റൻസുകൾ നമ്മളിവിടെ പഠിച്ചു. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, 2 എണ്ണം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇരിക്കുന്നു. ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഡു യു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ എന്ന്. വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഐ ലേൺ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ്. ഡു യു ലേൺ ഇംഗ്ലീഷ്, ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ്. ഐ ലേൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഐ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നതിന് ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഡു യു ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ്.
ഈസി അല്ലേ? ഈ 4 സെൻറ്റൻസുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും ഈ റൂൾസ് നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കുറേ എക്സാമ്പിൾസ് ഇനിയും കുറേ എക്സാമ്പിൾസ് പറയാം. ഇപ്പം ഞാൻ എന്നുള്ളതാണ് പറഞ്ഞത്. യു, ഐ മാത്രമേ ഇതിൽ ഉപയോഗിച്ചുള്ളൂ. ഇതിന് പകരം അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോഴെന്താ പറയുക? ഹീ ലേൺസ് ഇംഗ്ലീഷ്. അവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ ഒരു എസ് വരും. ഹീ ലേൺസ് ഇംഗ്ലീഷ്. അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നു അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? അപ്പോൾ ഡസ് ഹീ ലേൺ ഇംഗ്ലീഷ് എന്നാണ് ചോദിക്കുക. സിംഗുലർ ഒരാളായതുകൊണ്ട് ഡൂവിന് പകരം അതിൻ്റെ കൂടെ നമ്മൾ ഡു ആണ് ഉപയോഗിച്ചത്. അയാൾ ഹീ. ഓക്കെ, ഡസ് ഹീ ലേൺ ഇംഗ്ലീഷ്. അവിടെ വീണ്ടും ലേണിൻ്റെ കൂടെ എസ് വേണ്ട. ഇവിടെ ഡൂവിൻ്റെ കൂടെ എസ് വന്നതുകൊണ്ട് ആ എസ് അവിടെ നിന്ന് പോയി. ഡസ് ഹീ ലേൺ ഇംഗ്ലീഷ്? അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? അപ്പോൾ ഉത്തരം പറഞ്ഞത് യെസ്, ഹീ ലേൺസ് ഇംഗ്ലീഷ്. അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ അയാൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നാണെങ്കിൽ നോ, ഹീ ഡസൻറ്റ് ലേൺ ഇംഗ്ലീഷ്. ഹീ ഡസൻറ്റ് ലേൺ ഇംഗ്ലീഷ്. ആ ലേണിൻ്റെ മുമ്പിൽ ഹീക്ക് ഇടയിൽ ഡസൻറ്റ് എന്ന് ചേർക്കും. ഡസ് നോട്ട് എന്നാണ്, അത് ഡസൻറ്റ് എന്നാണ് പറയുക. നമ്മൾ സംസാരിക്കുമ്പോൾ ഡസൻറ്റ് എന്ന് പറയും. അപ്പോൾ അവർ വീണ്ടും ഡസ് ഹീ ലേൺ ഇംഗ്ലീഷ് ആദ്യം ചോദിച്ചു. അയാൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ഡസൻറ്റ് ഹീ ലേൺ ഇംഗ്ലീഷ്? ഡസൻറ്റ് ഹീ ലേൺ ഇംഗ്ലീഷ്? അയാൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഹീ ഡസൻറ്റ് ലേൺ ഇംഗ്ലീഷ്. അയാൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. ക്ലിയറായി മനസ്സിലായി? ഈ 4 എണ്ണം. ഹീ വരുമ്പോൾ ഡസ് വരും. അതുപോലെ ലേണിൻ്റെ കൂടെ എസ് വരും. ഡസ് ഉപയോഗിക്കുമ്പോൾ ലേണിൻ്റെ കൂടെ എസ് വരില്ല. ക്ലിയറായിട്ട് മനസ്സിലായോ? ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻ്റാണ് ഇത്. ഇനി വേറെയുണ്ട്. നമ്മൾ ഈസും ആമും ഇതൊക്കെ ഇനിയും പിന്നെ സിമ്പിൾ ഇത് കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ അത് സംസാരിക്കാം. ഇത് ഇത്രമാത്രം ഇവിടെ പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറേ ഈ ഹെൽപ്പിംഗ് വെർബ്സാണ്. ഒന്ന് ആം, ഈസ്, ആർ, ആം. അത് ബി എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ടായതാണ്. അത് നമ്മളിവിടെ ഗ്രാമറൊന്നും പഠിക്കേണ്ട. നമ്മൾ ഈസ്, ആർ, ആം എന്നൊക്കെ പഠിച്ചാൽ മതി. അതേമാതിരി ഹാസ്, ഹാവ്. ഹാസ്, ഹാവ് അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ആണ് പെണ്ണ് ആണല്ല. നമ്മൾ ആണ് എന്ന് പറയുന്നതിന്, നിങ്ങളിതാണ് അതാണ് എന്ന് പറയുന്നതിന് ആണ് ഈസും ആറും ആമും ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. അത് അറിഞ്ഞിരിക്കണം. ഞാനിത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. അതുപോലെ ഉണ്ട് എന്നുള്ളതിനാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. നമ്മളൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പോയി കുറച്ചിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമുക്ക് എപ്പോഴോ കണ്ടൊരു പരിചയം ചിലപ്പോൾ കാണുമായിരിക്കും, എന്നാൽ അറിയത്തില്ല. അയാൾ നമ്മളോട് ചിരിച്ചു. പിന്നെ അയാൾ നമ്മളെ അടുത്ത് വന്നവിടെ ഇരുന്നു. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പേര് ചോദിക്കുന്നതിന്. വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുക. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ, സ്പോക്കൺ ഇംഗ്ലീഷിൽ വാട്ട്സ് യുവർ നെയിം അങ്ങനെയാണ് ചോദിക്കേണ്ടത്. വാട്ട്സ് യുവർ, ഈ ഈസ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വാട്ട്സ് യുവർ നെയിം. നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വിട്ട് വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ നിങ്ങൾ മലയാളിയാണ്, കേരളക്കാരാണെന്ന് പറയും, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല പെട്ടെന്ന്. അതുകൊണ്ട് വാട്ട്സ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളൊക്കെ പഠിച്ചത് മൈ നെയിം ഈസ് രാഹുൽ, മൈ നെയിം ഈസ് പ്രകാശ് അങ്ങനെ പറയാനാണ്. അങ്ങനെയാണ്, ശരിയാണ്, തെറ്റാന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഫോർമലായിട്ട് മൈ നെയിം ഈസ് രാഹുൽ അങ്ങനെ തന്നെ പറയണം. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഈ കാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഐ എം രാഹുൽ എന്ന് പറഞ്ഞാൽ ഐ എം പ്രകാശ്. അയാളുടെ എ പറയണമെന്നില്ല.
ഐ ആം 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 എന്ന് പറഞ്ഞാൽ ഐ എം രാഹുൽ, ഐ എം പ്രകാശ്. അതിനുശേഷം വീണ്ടും അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്. ചിലർ ചോദിക്കും വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഈസ് യുവർ ജോബ് എന്നൊക്കെ ചോദിക്കും. അത് ഒന്നും തെറ്റല്ല, അതും ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേങ്കിൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ട് ഡു യു ഡു, വാട്ട് ഡു യു ഡു, വാട്ട് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് യു ഡു. അപ്പോൾ അതിന് ആൻസർ പറയുന്നത് ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. അവിടെ ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, അല്ലെങ്കിൽ ഐ ആം എ ലോയർ. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യാണ്, ഐ വർക്ക് ഫോർ എ ബാങ്ക് എന്ന് പറയും, ഐ വർക്ക് ഫോർ എ ബാങ്ക്. ഇല്ല ഞാനൊരു പലചരക്ക് കട നടത്തുകയാണ്, ഐ റൺ എ ഷോപ്പ്, ഐ റൺ എ ഷോപ്പ്, ഞാനൊരു കട നടത്തുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അതേമാതിരി ചിലപ്പോൾ നമ്മൾ വയസ്സ് എത്രയാണെന്നൊക്കെ ചോദിക്കും. സാധാരണ ആരും വയസ്സുകളൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ചിലപ്പം എന്താ നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അവർ തന്നെ ഫില്ലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഏജ് എന്നുള്ളൊരു കോളത്തിൽ ഫില്ലപ്പ് ചെയ്യണം. അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും വാട്ട്സ് യുവർ ഏജ് എന്നായിരിക്കും ചോദിക്കും. അല്ലെങ്കിൽ ഹൗ ഓൾഡ് ആർ യു ആണ് കറക്റ്റ്. അപ്പോൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി എനിക്ക് 25 വയസ്സായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഐ ആം 25 years old എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ. അതിന് പകരം ഐ ആം 25 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പറയുമ്പോൾ ഐ ആം 25 years old എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം 25 എന്ന് പറയും. ഐ ആം 25 ഇത്ര പറഞ്ഞാൽ ഐ ആം 25. ചിലപ്പോൾ കുറച്ച് ഏജായ സീനിയർ സിറ്റിസൺസൊക്കെ ഇരുന്ന് ചിലപ്പോൾ പുതുതായി വാർക്കിലൊക്കെ നടക്കാൻ പോകുമ്പോൾ ഒരാളെ കണ്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഓ ഹൗ ഓൾഡ് ആർ യു ചോദിക്കും. അപ്പോൾ അവരെന്താ പറയുക, ഐ ആം ഇൻ മൈ 70s, ഐ ആം ഇൻ മൈ 60s അങ്ങനെയും പറയാം. അവർ കറക്റ്റായിട്ട് എത്രയാണെന്ന് പറയില്ല. 60ക്കും 70ക്കും ഉള്ളിലാണെങ്കിൽ ഐ ആം ഇൻ 60s, ഐ ആം ഇൻ മൈ 70s അങ്ങനെയും പറയാം. ഇങ്ങനെയൊക്കെയാണ് നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന ചില ഇത്. അതേമാതിരി അത് ഞാൻ ഇപ്പം പറഞ്ഞത് ഈസ് ആർ ആം ഉപയോഗിക്കുന്നത്. ഐ ആം എന്ന് പറഞ്ഞു, ഹീ ഈസ് എന്ന് ഉപയോഗിക്കും. അതുപോലെ യു ആർ ഉപയോഗിക്കും. ഓക്കെ. അതിൻ്റെ എല്ലാം അർത്ഥം വന്നിട്ട് ആകുന്നു, ആണ് എന്നാണ്. ഇനി ഹാസ് ഹാവ് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ കാർ. മനസ്സിലായല്ലോ. ഷീ ഹാസ് എ ഹൗസ്, ഷീ ഹാസ് ഹെർ ഓൺ ഹൗസ്, അവർക്ക് സ്വന്തം ഉണ്ട്. അതിനുവേണ്ടിയാണ് ഹാസും ഹാവ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. പിന്നെ ഈ അയാളുടെ അടുത്തൊരു അയാൾക്കൊരു നായയുണ്ട്. ഹീ ഹാസ് എ ഡോഗ്, ഹീ ഈസ് എ ഡോഗ് എന്ന് പറയുന്നത് കേട്ടോ, അർത്ഥം മാറിപ്പോകും. ഹീ ഹാസ് എ ഡോഗ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കൊരു ചെറിയൊരു ഹോംവർക്ക്, ഒരു എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ ഈ 4 ഫോംസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ വെറും സിമ്പിൾ ഇതിൽ 4 കാര്യങ്ങൾ. ഒന്ന്, ഐ ലേൺ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് ലേൺ ഇംഗ്ലീഷ്, ഡു യു ലേൺ ഇംഗ്ലീഷ്, ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ്. ഈ 4 ഉണ്ടല്ലോ. ഇതേമാതിരി നിങ്ങളുടെ ഓണായിട്ട് ഒരു സെൻറ്റൻസ് ഒന്ന് ടൈപ്പ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂട്ടും, എനിക്കും ഒരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. അതേമാതിരി ഇന്ന് പഠിച്ചത് സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതിൽ ഇനിയും കൂടുതൽ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.